കൈ ഓക്കെ ആയതിനു ശേഷമുള്ള ആദ്യത്തെ ഒറ്റയ്ക്കുള്ള യാത്ര കേട്ടോ. അപ്പോൾ ഇന്നലെ അമ്പലത്തിൽ പോയി എന്ന് പറഞ്ഞല്ലോ, കാവിൽ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം സജീഷറിൻ്റെ ഓഫീസിലും കുട്ടികളും പോയതിന് ശേഷം ഞാൻ ഏച്ചീൻ്റെ വീട്ടിൽ പോയിട്ടോ. പ്രേമേച്ചീൻ്റെ വീട്ടിൽ, മൂത്ത ഏച്ചിയാണ് പ്രേമേച്ചി. പിന്നെ ഞാനും പ്രസേച്ചിയും കൂടിയാണ് പോയത്. അപ്പോൾ ഇവരെയൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നു ഓൾറെഡി നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ട് പരിചയമായി ഉണ്ടാവില്ലേ. എൻ്റെ 2 ചേച്ചിമാരാണ്, മൂത്ത ചേച്ചി പ്രേമേച്ചും രണ്ടാമത്തെ ചേച്ചി പ്രസിയേച്ചും. അപ്പോൾ ഞാൻ പോയപാട് തന്നെ ചായ കുടിച്ച് പൊറാട്ടയും മുട്ട റോസ്റ്റ് ആയിരുന്നു കേട്ടോ ചായക്ക്. അതിന് ശേഷം ചോറിൻ്റെ പരിപാടി നോക്കുന്നുണ്ട്. എൻ്റെ കൈ അങ്ങോട്ട് സെറ്റാവാത്തതിനെ കൊണ്ട് തന്നെ ഞാൻ പണിയിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിന്നുണ്ട്. അപ്പോൾ ഇവർ തന്നെ ഉണ്ടാക്കുന്നത് നല്ല പയറിൻ്റെ ഉപ്പേരിയും അയില പൊരിച്ചതും നല്ല മോര് കറി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് വീട്. അപ്പോൾ ഇവരെ കുറച്ച് ദിവസമായിട്ടുള്ള ഇങ്ങോട്ട് വീട്ടിലോട്ട് മാറിയിട്ട് കേട്ടോ. അപ്പോൾ അവിടെ നമുക്കൊരു നായ്ക്കുട്ടി ഉണ്ട് കേട്ടോ, ബക്കു. പിന്നെ വേഗം തന്നെ എനിക്ക് വടകരയ്ക്ക് തിരിച്ചു വരേണ്ടതിനെ കൊണ്ട് ഫുഡ് ആവലും ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, മോര് കറി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, പിന്നെ ഉണക്ക മീൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വേറൊന്നും വേണ്ടല്ലോ. അങ്ങനെ ഫുഡ് കഴിച്ച് ഞാൻ വേഗം തന്നെ തിരിച്ചും ഇങ്ങോട്ട് പോകുന്നുണ്ട്. കാരണം എനിക്ക് വടകരയ്ക്ക് വരണം. എനിക്കാണെങ്കിൽ ലോങ് ലിമിറ്റഡ് ബസ്സിലൊന്നും കയറിക്കൂടാ, അതിലൊക്കെ ആകുമ്പോൾ തിരക്കാവുമല്ലോ. അപ്പം ഇതാട്ടോ പ്രേമേച്ചി. പിന്നെ ഞാൻ അതുകൊണ്ട് സാധാ വടകര കൊയിലാണ്ടി ബസ്സിലാട്ടോ കയറിയത്. അപ്പോൾ എനിക്കാണെങ്കിൽ സീറ്റില്ലാതൊന്നും പ്രശ്നമാണ്, കൈ പൊന്തിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ വേഗം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും